വെള്ളാപ്പള്ളി ഇടയ്ക്കിടയ്ക്ക് ചില പ്രസ്താവനകളൊക്കെ നടത്താറുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാമുദായിക അംഗങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം പരമാവധി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകണം എന്നുള്ളതാണ്. അല്ല, വെള്ളാപ്പള്ളിയെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല, നിസ്സാരമായി കേട്ടോ. നിലമ്പൂരിൽ കറക്റ്റായിട്ട് അൻവറിൻ്റെ ഒരു സ്വാധീനം പ്രഡിക്റ്റ് ചെയ്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു പത്രക്കാരനും ഒരു രാഷ്ട്രീയ നിരീക്ഷകനും കഴിയാത്ത വണ്ണം അത് വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ PV അൻവർ വോട്ട് പിടിക്കും. PV അൻവർ വോട്ട് പിടിക്കുന്നതിനെ ആസ്പദമാക്കിയായിരിക്കും അവിടുത്തെ വിജയമെന്ന് നേരത്തെ തന്നെ പ്രഡിക്റ്റ് ചെയ്ത ഒരു ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അപ്പം നല്ല രാഷ്ട്രീയ പരിജ്ഞാനവും പൊളിറ്റിക്കൽ സ്റ്റഡിയും ഉള്ളൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹം എന്നുള്ളത് നമുക്ക് സമ്മതിക്കേണ്ടി വരും. അല്ല, ചുമ്മാ വായിത്തൊന്ന് വിളിച്ച് പറയുന്ന ആളല്ല എന്നുള്ളതും നമുക്ക് സമ്മതിക്കേണ്ടി വരും. ഒരു സെഫോളജിസ്റ്റായിട്ട്, അതായത് തെരഞ്ഞെടുപ്പ് ഫല പ്രവാചകനായിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിനെ നമുക്ക് സ്വീകരിക്കാം. കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരൊറ്റ സർവേ നടന്നില്ല, ഒരു എക്സിറ്റ് പോൾ നടന്നില്ല, എല്ലാം അധൈര്യമായിരുന്നു. കാരണം കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ നാണക്കേടല്ലേ, ഒറ്റ സീറ്റേ ഉള്ളൂ. അതുകൊണ്ട് റിസ്ക് ആണെന്ന് വിചാരിച്ച എല്ലാ ചാനലുകളും അതുപോലെ തന്നെ പത്രങ്ങളും അതിൽ നിന്ന് മാറ്റിവെക്കുകയായിരുന്നു. അതിനുവേണ്ടി പണം മുടക്കണ്ടെന്ന് വിചാരിച്ചു. ഒറ്റ തെരഞ്ഞെടുപ്പല്ലേ. അങ്ങനെ പറഞ്ഞപ്പോൾ അനിഷേധ്യമായും PV അൻവറിന് 5000-ൽ താഴെ വോട്ടുകൾ മാത്രമേ കിട്ടൂ എന്നെല്ലാം മാധ്യമങ്ങളും കൊട്ടിഘോഷിച്ചു. ഇതോടുകൂടി PV അൻവർ പോയി. പക്ഷേ ഇദ്ദേഹത്തിന് ഇത്രമാത്രം വോട്ടുകൾ കിട്ടും എന്ന് അദ്ദേഹം ഒരു കറുത്ത കുതിരയാണ് എന്ന് പ്രവാചക യുക്തിയോടുകൂടി പറഞ്ഞ ഒരേ ഒരാളെന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ തള്ളിക്കളയണ്ട. അദ്ദേഹം ഈ പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന കാര്യം ആ നിലമ്പൂരിൽ പണ്ട് നടത്തിയ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ പ്രസംഗം പോലെ തന്നെയാണ്. ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങൾക്ക് ഇഷ്ടം പോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലെമ്പാടുമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ശരിയായിട്ടൊരു നിരീക്ഷണം, ഒരു വർഗീയതയായിട്ട് അതിനെ കണക്കാക്കേണ്ട കാര്യമില്ല. കാരണം മധ്യ തിരുവിതാംകൂറിലും തെക്കൻ തിരുവിതാംകൂറിലും ഒക്കെ ധാരാളമായിട്ട് CSI സഭയായിക്കോട്ടെ, മാർത്തോമ സഭയായിക്കോട്ടെ, കാത്തലിക് സഭയായിക്കോട്ടെ, ധാരാളം കോളേജുകളും സ്കൂളുകളും അവർക്ക് സ്വന്തമായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്ന കാഴ്ച, വസ്തുതയാണ്. അത് മോശമാണെന്ന് പറയുകയില്ല. അതുപോലെ മലബാറിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെ ഇസ്ലാം സമുദായത്തിൻ്റെ സമസ്തയായാലും AP ആയാലും സുന്നി വിഭാഗമായാലും അവിടുത്തെ പ്രമുഖരായിട്ടുള്ള മുസ്ലിം വ്യവസായികൾ അതുപോലെ തന്നെ സമ്പന്നരായിട്ടുള്ള ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, MES എന്ന് പറഞ്ഞൊരു സ്ഥാപനം തന്നെ അവരുടെ വിദ്യാഭ്യാസപരമായ ഉന്നതിക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൂടാതെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ വരെ അവിടെയുണ്ട്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസുകൾ വരെ അവിടെ പ്രവർത്തിക്കുന്നു. വിദ്യാഭ്യാസ നിലവാരത്തിൽ വളരെയധികം മുസ്ലിങ്ങൾ മുന്നോട്ട് പോയി. അതൊരു പോസിറ്റീവ് കാര്യമാണ്. അതിനെ പോസിറ്റീവായിട്ട് കാണണം, നെഗറ്റീവായിട്ട് കാണരുത്. എങ്കിലും അന്ധവിശ്വാസങ്ങൾ ബാക്കി നിൽക്കുന്നു എന്നുള്ളത് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണല്ലോ ഇപ്പോൾ സൂംബ ഡാൻസ് വന്നപ്പോൾ അത് സാമ്പാ നൃത്തമാണെന്ന് വിചാരിച്ചിട്ട് അർത്ഥവസ്ത്ര അംഗികളായിട്ടുള്ള സ്ത്രീകൾ നടത്തുന്ന ആ നൃത്തമാണെന്ന് അവർ നെറ്റിൽ നോക്കി സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? സൂംബയോ നോക്കാന്ന് പറഞ്ഞാൽ അവർ സ്പെല്ലിംഗ് തെറ്റിപ്പോയി. SZMBA ബിക്കിനി ഇട്ട പെണ്ണുങ്ങളെ പോലെ വെറുതെ അറിയി കുറച്ച് കൂക്കുരകളൊക്കെ വെച്ചുകൊണ്ട് സ്ത്രീകൾ ഇങ്ങനെ നൃത്തം നടത്തുന്നു. അതൊരു ആഭാസകരവും അശ്ലീലവുമായിട്ടുള്ള ഒരു നൃത്തമാണ്. അശ്ലീലത്തിൻ്റെ വക്കത്തെത്തുന്നത് അവിടെ ഒരു സാംസ്കാരിക ചിഹ്നമാണ്. അത് നമ്മൾ ആ പ്രദേശത്ത് ആമസോൺ ഏരിയയിലുള്ള തെക്കൻ അമേരിക്കൻ പ്രദേശങ്ങളുടെ ഒരു സാംസ്കാരിക ചിഹ്നമാണ്. അവരങ്ങനെയാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ നൃത്തങ്ങളിലും ഒന്നുമല്ല, ആഭാസ നൃത്തമല്ല. ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ തുണിയില്ല, സംഗതി കുഴപ്പമാണെന്ന് വിചാരിച്ച് ഇനി ഇവരുടെ പെൺകുട്ടികൾ ഇതുപോലെ നൃത്തം ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു ഭീതിയാണ് അവരെ ഭരിച്ചത്. പക്ഷെ അങ്ങനെയില്ല. യൂണിഫോം ഇട്ടുകൊണ്ടാണ് നമ്മുടെ സൂംബ നൃത്തം. അത് ഒരു എക്സർസൈസ് ആണെന്ന് മനസ്സിലാക്കി. വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ആ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള ഒരു പ്രാപ്തി ചില വിഭാഗങ്ങൾ വലിയ പിന്തുണയുമായിട്ട് ആദ്യം മുന്നോട്ട് വന്ന സൂംബ നൃത്തം നടത്തണം, അല്ലെങ്കിൽ തനിക്ക് പറ്റിയോ അല്ലെങ്കിൽ കുടവേറുമാക്കിയിട്ട് പിള്ളേർ വളർന്നു വരും എന്നുള്ള ഒരു വിചാരമായിരിക്കണം. കാരണം സ്ലിം ബ്യൂട്ടികളായിട്ട് ആൾക്കാർ വളർന്നു വരുന്നത് നല്ലത് തന്നെയാണ്. തന്നെയല്ല അവരുടെ ആ രോഗങ്ങളുടെ ഒരു പ്രതിരോധ ശേഷി അവർ ആർജിക്കുകയും ചെയ്യും എന്നുള്ള എല്ലാം. ഇപ്പം എന്താ ചെയ്യുന്നത്? നല്ലതാണ്. ചിലവർക്കൊക്കെ ഈ വർക്കൗട്ട് ചെയ്യാനും ഈ എക്സസൈസുകൾ ചെയ്യാൻ ഭയങ്കര മടിയാണ്. ചിലവർക്ക് നൃത്ത രംഗത്തിലൂടെ എക്സസൈസുകൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബോറിങ് മാറ്റും. നമുക്ക് നമ്മുടെ കൃത്യമായിട്ടുള്ള ഒരു വർക്കൗട്ട് കിട്ടുകയും ചെയ്യും. കിട്ടും. അതാണ് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? വീട്ടിൽ ഗസ്റ്റുകൾ വന്നാലും ശരി, ആര് വന്നാലും ശരി, വെളിയിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഇത്തിരി സമയം കിട്ടിയാലും ശരി, പുസ്തകം വായിക്കുകയല്ല ചെയ്യുന്നത്. മൊബൈൽ ഇങ്ങോട്ട് എടുക്കുന്നു, വെറ്റയിൽ ചുണ്ണാമ്പ് കെട്ടുന്ന പോലെ ഇങ്ങനെ വായിക്കും. അതിൽ എക്സ്പെർട്ടുകളാണ്. ഇങ്ങനെ വിരലിന് മാത്രമുള്ള വ്യായാമമാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എല്ലാ തരക്കാരിലും
പല തലമുറകളിലായിട്ടുള്ള കുട്ടികൾ വയസ്സന്മാരിലും ഉണ്ട് ഇപ്പോൾ ഈ സൂക്കേട്. അങ്ങനെ ചുരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. വിരലിന് കേടുണ്ടാക്കുന്നെങ്കിൽ വ്യായാമം കിട്ടുന്നുമില്ല. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരെ അതിനെ വളരെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് തങ്ങളുടെ ഈഴവർക്ക് മലബാറിൽ ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം പോലുമില്ല. അദ്ദേഹത്തിൻ്റെ നിരാശയാണ് അതിൽ പ്രകടമാകുന്നത്. അനുവദിച്ച് കിട്ടുന്ന സ്ഥാപനങ്ങൾ അത് അനുവദിച്ച് കിട്ടുന്നില്ല, അതിനുള്ള പണവുമില്ല, ആസ്തിയുമില്ല, ഒന്നുമില്ല. ആ തരത്തിലാണ് മലബാറിലെ തീയരാണ്, ഈഴവരല്ല ഇവിടെ അവർക്കും ഉള്ളത് എന്നുള്ളൊരു അവശത അദ്ദേഹം പറയുക. ആ പറയുന്നതിൻ്റെ പിന്നിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ടാർഗറ്റ് ഉണ്ട്. അതായത് നിങ്ങൾ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് അനുവദിച്ചു തരണം, അതുപോലെ നമ്മുടെ സമുദായാംഗങ്ങൾ അത്തരം സ്ഥാപനങ്ങളിലൂടെ വിദ്യാഭ്യാസം ചെയ്ത് പരിഷ്കാരികളായിട്ട് പുരോഗമനവാദികളായിട്ട് വരണമെന്നാണ് പറയുന്നത്. നെഗറ്റിവിറ്റി അല്ല അവിടെ പറയുന്നത്. നെഗറ്റീവായിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നു. നമ്മളും വളരണം, മറ്റവർക്കൊപ്പം നമ്മളും വളരണം, അതൊരു കോമ്പറ്റീഷൻ വരണമെന്നാണ് പറയുന്നത്. അതൊരു നല്ല കാര്യം തന്നെ. കോമ്പറ്റീറ്റീവ് അറ്റ്മോസ്ഫിയറിലാണല്ലോ നമ്മളിപ്പോൾ സമൂഹം ജീവിക്കുന്നത്. ആ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. താനത് പറഞ്ഞതിന് തന്നെ ഒരു വർഗീയവാദിയായിട്ട് ചിത്രീകരിച്ചു എന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ അതിനുള്ള പരിഹാരം എന്താ? രാഷ്ട്രീയ അധികാരമുണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും ഏതൊരു സമുദായത്തിനും മുന്നോട്ട് പോകാൻ പറ്റൂ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വളർച്ച. ഏറെക്കാലം നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മന്ത്രി പദം അലങ്കരിച്ചിരുന്നത് മുസ്ലിം ലീഗിൽപ്പെട്ട ആൾക്കാരാണ്. UDF ഭരണകാലത്ത് വേണമെങ്കിൽ നമുക്ക് പറയാം അത് കുത്തകയാക്കി വെച്ചിരുന്നവരാണ് മുസ്ലിം ലീഗുകാർ. അതിൻ്റെ അഭിവൃദ്ധി മലബാറിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇപ്പോൾ റാങ്ക് കിട്ടുന്ന കുട്ടികളൊക്കെ ആദ്യം മലബാർ ജില്ലയിൽ നിന്നുള്ളവരാണ്. നല്ല കാര്യമാണത്. വിദ്യാഭ്യാസത്തിലൂടെ അവർ വളരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് മൊത്തത്തിലും നമ്മുടെ രാജ്യത്തിന് മൊത്തത്തിലും വലിയൊരു ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ ഈഴവ കുട്ടികളും വളരണം എന്നൊരാശയമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ആ വളർച്ചയ്ക്ക് വേണ്ടത് രാഷ്ട്രീയ അധികാരത്തിൻ്റെ നേതൃത്വമാണ്. ഭരണപരമായിട്ടുള്ള അധികാരത്തിൻ്റെ ഒരു നമ്മൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഈഴവ വോട്ടുകൾ ഒരു പക്ഷേ ഭൂരിഭാഗം ഈഴവ വോട്ടുകൾ ഉണ്ട്. അപ്പം അത് അവർക്കറിയാം, കൃത്യമായിട്ട് അറിയാം എവിടൊക്കെ ഏതൊക്കെ പാർട്ടികൾക്ക് എങ്ങനെയൊക്കെ പോകണം എന്നത് തീരുമാനിക്കുന്നത് വെള്ളാപ്പള്ളിയാണ്. ഒരു പക്ഷേ അതിൻ്റെ എതിർ പാർട്ടി ഉണ്ടെങ്കിലും വെള്ളാപ്പള്ളിക്ക് എതിർ ഒരു ഭാഗമുണ്ടെങ്കിൽ തന്നെ കുറച്ചുകൂടി വെള്ളാപ്പള്ളിയുടെ വാക്കുകൾക്കാണ് ഈഴവരെ കുറച്ചുകൂടി പ്രാധാന്യം നൽകുന്നതെന്ന് പലപ്പോഴായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈഴവ വോട്ടുകൾ എങ്ങോട്ടും പോകാതെ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടെ സ്ഥാനാർത്ഥികൾ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞോണം മുസ്ലിം ലീഗിന്റെ മറ്റൊരു കയ്യേറ്റം ഈഴവ സമുദായത്തിന് അല്ലെങ്കിൽ ഈഴവ പാർട്ടികളിലേക്ക് വന്നു ചേരും എന്നുള്ളത് കൊണ്ടല്ലേ? അല്ല, നമ്മൾ ഓർക്കണം, ഞാൻ രഞ്ജിനി പറയുന്നതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നില്ല. ഇപ്പം ഇദ്ദേഹം പറഞ്ഞത് SNDP യോഗം സംസ്ഥാന നേതൃസംഗമത്തിൽ വെച്ചാണ് ഇത് പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം, അദ്ദേഹം SNDP നേതൃത്വത്തിൻ്റെ അജയ്യനായിട്ടുള്ള നേതാവായിട്ട് തന്നെ തുടരുന്നുണ്ട്. ഏതൊരു തിരഞ്ഞെടുപ്പ് വന്നാലും അദ്ദേഹം തന്നെയാണ് SNDP നേതൃത്വത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക. നമുക്കറിയാവുന്നതുപോലെ ഗോകുലം ഗോപാലൻ പരമാവധി കിണഞ്ഞ് ഇതിനേക്കാളും വലിയ സമ്പന്നനാണ്. വെള്ളാപ്പള്ളിയുടെ അത്ര എത്താൻ പറ്റിയിട്ടില്ല. മത്സരിച്ചിട്ടും തോറ്റു തുന്നമ്പാടി. കാരണം ഭൂരിപക്ഷം സീറ്റ് അതിൻ്റെ ഒരു 1/3 പോലും കെട്ടിവെച്ച തുക നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് വെള്ളാപ്പള്ളിയോട് ഇദ്ദേഹം മത്സരിച്ചത്. ഗോകുലം ഗോപാലൻ അത്ര വളരെ താണ സ്ഥാനമേ അദ്ദേഹത്തിന് ലഭിച്ചുള്ളൂ. പിന്നെ മത്സരിക്കാതായി. ആ പരുവത്തിലാക്കി വെള്ളാപ്പള്ളി. എപ്പോഴും അജയ്യമായ ഭൂരിപക്ഷം നിലനിർത്തുന്ന നേതാവാണെങ്കിലും SNDP അംഗങ്ങൾക്കിടയിൽ ഇദ്ദേഹത്തിന് എപ്പോഴും സീറ്റ് പക്ഷേ അദ്ദേഹം ഒരു പാർട്ടിയെ രൂപീകരിച്ച് അതിൻ്റെ പേര് SRP എന്നായിരുന്നു. ആ പാർട്ടി രൂപീകരിച്ച് മത്സരിച്ചപ്പോൾ അത് വൻ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. എന്നു പറഞ്ഞാൽ നമ്മളിപ്പോൾ പാണക്കാട് ശിഹാബ് അലി തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ നേരത്തെ ഉള്ള തങ്ങൾമാർ പറഞ്ഞു കഴിഞ്ഞാൽ ആ വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ മലബാറിലത് അങ്ങോട്ട് കേന്ദ്രീകരിക്കും. അതാണ് മുസ്ലിം ലീഗിൻ്റെ വിജയം. അതാണ് പാണക്കാട്ട് തങ്ങൾ പറയുന്നതിനപ്പുറം തങ്ങൾമാർ പറയുന്നതിനപ്പുറം തങ്ങൾക്കൊരു തീരുമാനമില്ല എന്ന് കുഞ്ഞാലിക്കുട്ടിയും കൂട്ടനും അവിടെ കേന്ദ്രീകരണം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതുപോലൊരു സമസ്തയുടെ കേന്ദ്രീകരണവും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന് 5ാം മന്ത്രിസ്ഥാനം പോലും ചോദിക്കാനുള്ള ശക്തിയുള്ളത്. അവർക്ക് ശക്തിയുണ്ട്, അതിന് തൻ്റെ ഇടവും ഉണ്ട്. പക്ഷേ SRPക്ക് എവിടെ? അതുപോലെ NSS ഒരു പാർട്ടി രൂപീകരിച്ചിരുന്നു, NDP എന്ന് പറഞ്ഞിട്ട്. എവിടെ പോയി? പിടിച്ചു നിൽക്കാൻ പോലും പറ്റിയില്ല. കാരണം ഈ വെള്ളാപ്പള്ളി പറയുന്നത് പോലെ വോട്ട് ചെയ്യാൻ ഈഴവ സമുദായത്തിലെ ഭൂരിപക്ഷം തയ്യാറല്ല. അവരുടെ വോട്ടുകൾ കൂടുതലായിട്ടും എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്നത് കൂടുതലായിട്ടും CPMലേക്കാണ് പോയത്. ഇതിനിപ്പോൾ കുറച്ച് കുറവ് വരാൻ കാരണം തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ BJPയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് അവർ രൂപം കൊടുത്തു. അതോടുകൂടി തന്നെയുമല്ല, മുസ്ലിങ്ങളുടെ ഏകപക്ഷീയമായിട്ടുള്ള ഈ വളർച്ചയിൽ വിരളി പൂണ്ട
ഒരു പ്രത്യേക വിഭാഗം BJPക്ക് വോട്ട് കുത്താൻ തുടങ്ങി. അങ്ങനെയാണ് അവിടെ വോട്ട് ചോർച്ച ഉണ്ടായത്. കാരണം മറ്റൊന്നുമല്ല, എന്നോട് എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള തീയ സമുദായത്തിൽപ്പെട്ട നല്ല ബുദ്ധിശക്തിയും അതുപോലെ നേർചിന്തയും ഒക്കെ ഉള്ള ഒരാൾ എന്നോട് പറഞ്ഞ കാര്യം, ആ മുസ്ലിം സമുദായത്തിൻ്റെ അവിടുത്തെ ആഡംബരമൊക്കെ കാണണം. പണ്ടത്തെ ഈ മാടമ്പി സമ്പ്രദായത്തിൻ്റെ കാലത്ത് ഉള്ളതുപോലെയാണ്. അവർക്ക് ഏറ്റവും വലിയ കാറുകൾ, ഏറ്റവും വലിയ ആശുപത്രികൾ, ഏറ്റവും നല്ല ഹോട്ടലുകൾ, ഏറ്റവും നല്ല വ്യവസായശാലകൾ എന്ന് മാത്രമല്ല, ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയും തിരിച്ചു പോവുകയും ചെയ്യുന്ന ബസ്സുകൾ, എത്ര വർണ്ണ ഭംഗിയുള്ള, എത്ര ലക്ഷൂറിയസ് ആയിട്ടുള്ള ബസ്സുകൾ അവരുടെ സ്വന്തമാണ്. ഇതിൻ്റെ എല്ലാം ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നതും ഉടമസ്ഥരെന്ന് പറയുന്നതും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. ഈഴവരോ ഒന്നും നേടിയിട്ടില്ല അവിടെ എന്നുള്ളതാണ്. കണ്ട് കേശവൻ വൈദ്യരുടെ ഒരു ചന്ദ്രികാ സോപ്പൊഴിച്ച് വലിയ വ്യാവസായിക നേട്ടങ്ങളൊന്നും കൈവരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പരിമിതിയുണ്ട്. അപ്പോൾ അത് രാഷ്ട്രീയാധികാരം കൊണ്ട് നികത്തണമെന്ന് അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. കാരണം ഓരോ സമുദായവും വളരുകയും വികസിക്കുകയും ചെയ്യുമ്പോൾ അവർ കലഹത്തിന് പോകാതെ ഉന്നതിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ സമൂഹം ഒരു കോമ്പറ്റീറ്റീവ് അറ്റ്മോസ്ഫിയറിൽ നന്നാവുകയാണ് ചെയ്തത്, അത് സംഘർഷത്തിലേക്ക് പോകാതിരുന്നാൽ. അപ്പോൾ അതുകൊണ്ട് അതിലൊരു തെറ്റുമില്ല എന്ന് മാത്രമല്ല, വളരെ ഒളിച്ചു വയ്ക്കാതെ, ഡിപ്ലോമാറ്റിക് ആവാതെ സത്യമായിട്ട് വിളിച്ചു പറയുന്ന ഒരു തൻ്റെയിടമുള്ള നേതാവ് തന്നെയാണ് വെള്ളാപ്പള്ളി എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഈ ആഹ്വാനം ഈഴവരെ ഏറ്റെടുക്കണം. ഇവിടുത്തെ പ്രബല സമുദായമാണ് അവർ, ഏറ്റവും പ്രബല സമുദായമാണ്. ആർഹിക്കുന്നു അവർക്ക് കിട്ടിയിട്ടില്ല. ആ വെല്ലുവിളി ഏറ്റെടുത്ത് മുന്നോട്ട് ആരുമായിട്ടും സംഘർഷത്തിന് പോകാതെ അതേറ്റെടുത്ത് മുന്നോട്ട് പോവുക തന്നെ. ഓരോ ഇതിൽ നിന്നും വരണം ആൾക്കാർ, നല്ല സ്ഥാനാർത്ഥികൾ വരണം, നല്ല സ്ഥാനാർത്ഥികൾ വരണം. അവർ മുന്നോട്ട് വരണം, പിന്നോട്ടടിച്ചിരിക്കുകയല്ല അവർക്ക് ഇതുണ്ട് ഇവരെന്ന് പറഞ്ഞ് അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മളും അതുപോലെ വളരുക എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി വരണമെന്നുള്ള ഇതൊരു ഈ സമുദായത്തിലെ ആൾക്കാർക്ക് ഒരു പ്രചോദനമാകുന്നെങ്കിൽ അത് നമ്മുടെ സംസ്ഥാനത്തിന് ഒരു പ്രയോജനമാണ്. ഇതൊരു പ്രചോദനമാകുന്നുവെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് ഇതൊരു പ്രയോജനം. രണ്ടും കൂടെ തെറ്റിപ്പോകരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.